മറുനാടൻ മലയാളി ശ്രീ ഷാജൻ വേഴ്സസ് DGP ശ്രീ TP സെൻകുമാർ. കേരളത്തിന്റെ മുൻ DGPയും പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്ന DGP സെൻകുമാറും കേരളത്തിലെ ഡിജിറ്റൽ മാധ്യമരംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ ശ്രീ ഷാജൻ സ്കറിയയും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ ആരുടെ ഭാഗത്താണ് ശരി എന്നാണ് നമ്മൾ നോക്കുന്നത്. ശ്രീ ഷാജൻ സെന്റർ ടു റൈറ്റ് അഥവാ മധ്യത്തിൽ നിന്ന് വലതേക്ക് ലീൻ ചെയ്യുന്ന വാർത്താ സ്പേസാണ് ചെയ്യുന്നത്. നമ്മുടെ കേന്ദ്രതലത്തിൽ ശ്രീ അർണബ് ഗോസ്വാമിയൊക്കെ ആ സ്പേസാണ് എടുക്കുന്നത്. കേന്ദ്രത്തിലെ പല മീഡിയകളും ഈ റൈറ്റ് ലീനിങ് ആണ് എന്ന് പറഞ്ഞാൽ വസ്തുതകളാണ് ശ്രീ ഷാജൻ പറയുന്നത്. പക്ഷേ ആ വസ്തുതകളുടെ വ്യാഖ്യാനം കൂടുതൽ വലതേക്ക് ചാഞ്ഞു നിൽക്കുന്നതാണ്. ഇതിന് നേരെ വിരുദ്ധമാണ് റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകൾ ഇടതേക്ക് ലിബറൽ പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നതാണ്. അതേപോലെ ശ്രീ DGP സെൻകുമാർ സാർ കേരള പോലീസിനെ നയിച്ച പ്രഗത്ഭ ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് തീവ്ര ഹിന്ദുത്വം ബാധിച്ചു പിന്നെ എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ ഒരു കാര്യം. അദ്ദേഹം എന്നെ അടക്കം ആക്രമിച്ച് പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ കാര്യം ഈ മനസ്സിൽ തീവ്ര ഹിന്ദുത്വം ബാധിച്ചാലുള്ള പ്രശ്നമാണ്. അപ്പം യഥാർത്ഥത്തിൽ ഈ ശ്രീ ഷാജൻ തന്നെ ചെയ്ത തമ്പനയിൽ നമുക്കൊന്ന് പരിശോധിക്കാം. മറുനാടനും ക്രിസ്ത്യാനികളും മോദിയെ വെറുക്കണം സെൻകുമാർ പറയുന്നത്. അതായത് സെൻകുമാർ സാർ ഈ ഹിന്ദുത്വ പക്ഷത്ത് RSS രാഷ്ട്രീയത്തിൻ്റെ പക്ഷത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ തീവ്ര ഹിന്ദുത്വ RSS എന്ന് പറഞ്ഞുകൂടാ RSSലും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയ പക്ഷത്ത് രണ്ട് ധാരകളുണ്ട്. ഒന്നിന് പൂർണ്ണമായും ക്രിസ്ത്യൻ മുസ്ലിം വിരോധമാണ്, ഒന്നിന് മുസ്ലിം വിരോധം മാത്രമേ ഉള്ളൂ. എന്നാൽ ക്രിസ്ത്യൻ വിരോധമില്ല. ക്രിസ്ത്യാനികളോടൊപ്പം തന്ത്രപരമായി നിന്നവരുടെ വോട്ട് മേടിക്കണം എന്നുള്ളതാണ്. അത് ക്രിസ്ത്യൻ സ്നേഹം കൊണ്ടൊന്നുമല്ല, കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടുകൾ കണ്ടിട്ടാണ്. അതാണ് അതിൻ്റെ സത്യം. ഈ വിഷയം പഠിക്കുന്ന ആർക്കും അത് മനസ്സിലാവും. നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു ജെനുവിൻ മതസൗഹാർദ്ദവും എല്ലാവരെയും ഒരുമിച്ച് നിർത്താനൊക്കെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീ ഷാജനൊക്കെ കൂടുതൽ പറയുന്നത് ഒരു സെൻറ്റർ ടു റൈറ്റ് സ്പേസ് ആണ്. പിന്നെ സർദാർ പട്ടേലൊക്കെ ഈ സ്പേസാണ് എടുത്തിരുന്നത്. കോൺഗ്രസിനുള്ളിലും ശ്രീ രമേശ് ചെന്നിത്തലൊക്കെ അങ്ങനെ ഒരു സോഫ്റ്റ് റൈറ്റ് ലീനിങ് ആണ്. ശ്രീ ശശി തരൂരൊക്കെ അങ്ങനെ ഒരു സ്റ്റാൻഡാണ് പലപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ശ്രീ ഷാജൻ ഇട്ടൊരു പോസ്റ്റിന് താഴെ ക്രിസ്ത്യൻ സമൂഹത്തെയും ക്രിസ്ത്യാനികളോടുമുള്ള സെൻകുമാർ സാറിൻ്റെ ആറ്റിറ്റ്യൂഡ് അടക്കമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം ശ്രീ ഷാജൻ്റെ ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കാണാം. അതായത് ശ്രീ ഷാജനെ പോലെ ഏറ്റവും കൂടുതൽ വാർത്തകൾ സെൻറ്റർ ടു റൈറ്റ് നിൽക്കുന്ന വലതുപക്ഷത്തിന് അനുകൂലമായി ചെയ്യുന്നൊരു വ്യക്തിയോട് പോലും വിരോധവും വിദ്വേഷവും ആ കമൻറ്റ് സെക്ഷനിൽ മുഴുവൻ ശ്രീ ഷാജനെ അധിക്ഷേപിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികളെ കാണാം. ഞാനത് 2x കേൾക്കുകയായിരുന്നു ഒരു കേരളത്തിൽ BJP വളരാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു വഴി ക്രൈസ്തവ വിഭാഗത്തോട് ചെങ്ങാത്തം പുലർത്തുകയാണ്. അതിന്റെ ഫലമാണ് വാസ്തവത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം. അതിന്റെ ഭാഗമായി തന്നെയാണ് പരമ്പരാഗത സംഘികൾക്ക് പൊതുവെ ഇഷ്ടപ്പെടാതിരുന്നിട്ടും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി നിലപാടെടുത്തത്. മുനമ്പം വിഷയത്തിൽ BJPയുടെ നിലപാട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരം നിലപാടുകളൊക്കെ എടുത്തതുകൊണ്ട് ക്രൈസ്തവർ കൂട്ടത്തോടെ BJPക്ക് വോട്ട് ചെയ്യണം എന്ന് ശഠിക്കുകയാണ് ചിലർ. ക്രൈസ്തവ വോട്ട് ബാങ്ക് പതിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയൂ. ഒറ്റയടിക്ക് BJPയെ പിന്തുണയ്ക്കണം എന്നത് പിടിവാശിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ചിലർ ക്രൈസ്തവ ഔട്ട്റീച്ചിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്ന് വിളിക്കാവുന്ന ഇക്കൂട്ടർ സോഷ്യൽ മീഡിയയിൽ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കും. അവരെ പിന്തുണയ്ക്കാൻ കുറെ യൂട്യൂബർമാരുമുണ്ട്. നിർഭാഗ്യവശാൽ ആ നവസംഖ്യകളുടെ കെണിയിൽ പരിണിത പ്രജ്ഞനായ ഹിന്ദു ആക്ടിവിസ്റ്റും മുൻ DGPയുമായ ഹിന്ദുത്വ ആക്ടിവിസ്റ്റാണ് TP സെൻകുമാറും വീണുപോയി. ഞാൻ ഏറ്റവും അധികം ആദരിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ TP സെൻകുമാർ. അദ്ദേഹം പോരാട്ട വീര്യമുള്ള ആളാണ് എന്ന് DGP കസേരയിൽ നടത്തിയ നിയമ പോരാട്ടം തെളിയിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്വധർമ്മബോധം ഏതൊരു ഹിന്ദുവും ആദരവോടെ കാണേണ്ടതാണ്. ഹിന്ദു സ്പിരിറ്റ് ഒക്കെ നല്ലതാണ്, മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും വേണ്ട, അത്രേ ഉള്ളൂ. രാഷ്ട്രീയത്തോടെ ലവലേശം താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് അടക്കമുള്ള രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ നവസംഖ്യകളുടെ കെണിയിൽ അദ്ദേഹം വീണുപോയി. ഈ തെരഞ്ഞെടുപ്പ് മുതൽ സോഷ്യൽ മീഡിയ നവസംഖ്യകൾ ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യുന്നതും ഹിന്ദു വിരുദ്ധനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതും മറുനാടനെയാണ്. ഹിന്ദു വിശ്വാസത്തിനും ഹിന്ദു ധർമ്മത്തിനും ഒപ്പം സഞ്ചരിക്കുന്ന മാധ്യമ പ്രവർത്തകനാണ്. ഹിന്ദു വിരുദ്ധ അജണ്ടകളെ തുറന്നു കാട്ടാൻ മുൻപിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് എളിയവനായ ഞാനെന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം. എന്നാൽ ഞാൻ BJPക്കാരനാണെന്നോ RSSകാരനാണെന്നോ അവകാശപ്പെടുകയോ അവരിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അതേ ഞാൻ BJPക്കാരനോ RSSകാരനോ അല്ല. BJPയോടും RSSനോടും വെറുപ്പില്ല എന്ന ഒറ്റ കാരണത്താലാണ് എന്നെ സംഘിപ്പട്ടം ചാർത്തി തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര കമ്മ്യൂണിസ്റ്റുകളും അപമാനിക്കാൻ ശ്രമിക്കുന്നത്. അക്കൂട്ടരുടെ കൂട്ടത്തിൽ ചേരുകയാണ് ഈ നവസംഖ്യകളും. അവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത്
ഞാൻ കോൺഗ്രസിനൊപ്പം നിന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഞാൻ നിഷ്പക്ഷ സമീപനമാണ് എടുത്തത്. എന്നാൽ ഇവർ പറയുന്നത് പോലെ BJPക്ക് 30 സീറ്റ് കിട്ടും, 10 സീറ്റ് കിട്ടും എന്നൊന്നും കള്ളം പറയാൻ ഞാൻ BJP ക്യാമ്പിൽ ₹1 പോലും കൈപ്പറ്റിയിട്ടില്ലാത്തത് കൊണ്ട് മനസ്സുണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം അവർ എനിക്കെതിരെയുള്ള വെറുപ്പ് പ്രചരിപ്പിക്കുകയും ആ വെറുപ്പിൽ ചിലരെങ്കിലും വീണു പോവുകയും ചെയ്യുന്നു. ആ കെണിയിലാണ് ഡോക്ടർ TP സെൻകുമാറും വീണുപോയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് ജാതിയും മതവുമാണ് നമ്മുടെ നാട്ടിൽ പദവികളുടെ അടിസ്ഥാനം. മതേതരത്വം ദൗർഭാഗ്യകരമായത് സത്യമാണ്, ഒക്കെ കാപട്യമാണ് എന്ന് മാത്രമാണ്. എന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: മാത്യു കുഴനാടനും M വിൻസനും ക്രിസ്ത്യാനികളായതിനാൽ മന്ത്രിയായില്ല. കറക്റ്റാണ്. ഏറ്റവും കഴിവുള്ള, യഥാർത്ഥത്തിൽ ഏറ്റവും പ്രതിഭയുള്ള കോൺഗ്രസ്സുകാരിൽ ഒരാളാണ് ശ്രീ മാത്യു കുഴൽനാടൻ. മന്ത്രിയായി കാണണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ സ്പേസ് പലപ്പോഴും വന്നില്ല. അതാണ് സംഭവിച്ചത്. സാദത്തും ഷാനിമുൾ ഉസ്മാനും മുസ്ലിം ആയതുകൊണ്ട് മന്ത്രിയായില്ല. കാര്യം മുസ്ലിം ലീഗിന്റെ 5 മന്ത്രിമാർ വന്നു. പിന്നെ കമ്മ്യൂണിറ്റി ബാലൻസിങ് പറ്റില്ല. ഓൾറെഡി 5 മന്ത്രിമാർ മുസ്ലിം ലീഗിൽ നിന്ന് വന്നു. അതിനോടൊപ്പം ശ്രീ സിദ്ദിഖ് ഉണ്ട് കോൺഗ്രസിൽ നിന്ന്. അപ്പോൾ 6 മന്ത്രിമാരായി. അപ്പോൾ അവർക്ക് മന്ത്രിമാരാകാൻ സ്പേസും സ്ലോട്ടും വന്നില്ല. അതാണ് സത്യം. ബൽറാം സവർണ ഹിന്ദു ആയതുകൊണ്ട് മന്ത്രിയായി. പുള്ളി നെഹ്റുവിയൻ ലെഫ്റ്റാണ്. ഞാനും VT ബൽറാമൊക്കെ ഒരുപാട് വർഷം പരസ്പരം കൊമ്പ് കൊടുത്തിട്ടുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തെ വലിയ ബഹുമാനമാണ്. പക്ഷേ അദ്ദേഹം നെഹ്റുവിയൻ ലെഫ്റ്റാണ്. ശബരിമല വിഷയത്തിലടക്കം നമുക്ക് എതിരായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുഴുവനും ആ നിലപാട് മാറ്റി ശബരിമലയ്ക്ക് അനുകൂലമായി. VP സജീന്ദ്രൻ ദളിതനായതുകൊണ്ട് മന്ത്രിയായില്ല. OJ ജനീഷ് ഈഴവനായതുകൊണ്ട് മാത്രം മന്ത്രിയായി. ഇവരുടെയൊക്കെ ജാതി മതം മറ്റൊന്നായിരുന്നെങ്കിൽ. OJ ജനീഷ് വളരെ കഴിവും പ്രതിഭയുള്ളൊരു എന്താ പറയുക യുവ നേതാവാണ്. ഏതെങ്കിലും ജാതി സമുദായം മാത്രം നോക്കിയല്ല, കഴിവുണ്ട്, പ്രതിഭയുണ്ട്, റെസ്പെക്റ്റബിലിറ്റി ഉണ്ട്, റീച്ച് ഉണ്ട്. അതോടൊപ്പം സമുദായവും ഒരു ഇക്വേഷനാണ്. ശ്രീ ജനീഷിന്റെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൽ പെട്ടത് മാത്രമായതുകൊണ്ടല്ല, എല്ലാം കൂടി വന്നുകൊണ്ടായിരുന്നു. മതേതര പരിഷ്കൃത സമൂഹം എന്ന് സ്വയം അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെയാണ് എന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഞാൻ ഉദ്ദേശിച്ചത് ഇവരുടെയൊക്കെ മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിനും കാരണം ജാതി മാത്രമാണ് എന്നതാണ്. അല്ലാതെ ക്രൈസ്തവരായ കുറച്ചുപേർ മന്ത്രിയാവാത്തതിൽ ഒരു വിഷമവും എനിക്കില്ല. എന്നാൽ ഇവരൊക്കെ വ്യാഖ്യാനിച്ചത് ക്രൈസ്തവരായ ചിലർ മന്ത്രിയാവാതെ പോയതിന്റെ വിഷമം കൊണ്ടാണെന്ന്. തൊട്ടു പിന്നാലെ TP സെൻകുമാർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. അതെ, 25% ഈഴവർക്കും മറ്റു OBC-കൾക്കും 3 മന്ത്രിയും ആകെ 30%, 18% ക്രിസ്ത്യനിതിനെ 6 മന്ത്രിയും, നല്ല ബാലൻസിങ്. ഞാനതിന് മറുപടി ഇങ്ങനെ ഇട്ടു: ഈഴവ സമുദായ ആചാര്യൻ LDF-നും ആചാര്യയും ഉപാചാര്യനും BJP-ക്കുമാണ് പിന്തുണ കൊടുത്തത്. അതുകൊണ്ട് UDF-ന് അധികം ഈഴവരെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും സാർ? ആ സ്ഥിതി ആദ്യം മാറട്ടെ. അതുപോലെയല്ല, ഭൂരിപക്ഷം ന്യൂനപക്ഷ വോട്ടും UDF-നായിരുന്നു. ഞാൻ പറയാം, മെജോറിറ്റി ഓഫ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി വോട്ട്സ്, അതായത് ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങളിലെ ഭൂരിപക്ഷം വോട്ടും UDF-നും കോൺഗ്രസിനുമായിരുന്നു. ശ്രമിച്ചത് ഈഴവർക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടിയെന്നോ ക്രൈസ്തവർക്ക് കുറഞ്ഞു പോയെന്നോ അല്ല. വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ചുളുവിൽ അച്ചായന്മാരെല്ലാം അടിച്ചു മാറ്റി പേരുദോഷം മുസ്ലിമുകൾക്ക് എന്ന് പറഞ്ഞ ഞാനൊരു വീഡിയോ, അങ്ങനെ ഒരു വീഡിയോ പോലും പുള്ളി ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. കോൾ അടിച്ചത് നായന്മാർക്കും അച്ചായന്മാർക്കുമാണ്. എന്നാ കഷ്ടം, പേരുദോഷം നമ്മുടെ മുസ്ലിം സൗകര്യങ്ങൾക്കെന്ന് ഒരു വീഡിയോ പോലും ചെയ്ത വ്യക്തിയാണ് ശ്രീ ഷാജൻ. ചെയ്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം മതപരമായ നേട്ടമുണ്ടായിരിക്കുന്ന ക്രൈസ്തവർക്കാണ്. നിയമസഭയിലെ MLA-മാരുടെ കാര്യത്തിലാണെങ്കിലും മന്ത്രിമാരുടെ എണ്ണത്തിലാണെങ്കിലും ക്രൈസ്തവർക്കാണ് അവർ അർഹിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം കിട്ടിയത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ തന്നെയാണ് അതിന്റെ കാര്യം. കോൺഗ്രസിന്റെ കോർ വോട്ട്, അതായത് പണ്ടത്തെ കോൺഗ്രസിന്റെ കോർ വോട്ട് എന്ന് പറഞ്ഞാൽ നായർ ക്രിസ്ത്യൻ വോട്ട്സ് ആയിരുന്നു. അതിനോടൊപ്പം മുസ്ലിം ലീഗും കൂടെ ചേർന്നതിനെയാണ് ഈ UDF എന്ന് പൊതുവേ പറയുന്നത്. ഈ നായർ സവർണ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിനായിരുന്നുകൊണ്ട് അത് സ്പ്ലിറ്റായി BJP-യിലേക്ക് പോകുന്നതാണ്. അപ്പോഴും കോൺഗ്രസിനോട് ഉറച്ചു നിന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കൺസോൾട്ടേഷൻ വളരെ പ്രധാനമാണ്. 2 ക്രിസ്ത്യാനിക്ക് കൂടി മന്ത്രിയാവണം എന്ന ആഗ്രഹമേ എനിക്കില്ല. ഞാൻ പറഞ്ഞത് അവർ മന്ത്രിയാവാതെ പോയത് ശരിക്കും ശ്രീ ഷാജൻ പറഞ്ഞാണ് കറക്റ്റ്. മതം കൊണ്ടാണ്, മറ്റൊരാൾ മന്ത്രിയായത് മതം കൊണ്ടാണ് എന്ന കേരളത്തിന്റെ ഒരു അവസ്ഥ മാത്രമാണ്. സെൻകുമാർ ശരിയാണ്. കണക്കുകൾ പറയുമ്പോൾ ഷാജന് വളരെ പെട്ടെന്ന് പൊള്ളുന്നു. അതുകൊണ്ട് ഈഴവാചാര്യൻ എന്നൊക്കെ പറയുന്നത്, ഈഴവർക്ക് ഒരു ആചാര്യൻ തൽക്കാലമുണ്ട്, അത് മതി. അദ്ദേഹം ഈഴവരുടെ മാത്രം ആചാര്യനല്ല, മുഴുവൻ ജനതയുടെയും ആചാര്യന്മാരെ എടുക്കുന്നില്ല. അതിന്റെ ആവശ്യമില്ല. നല്ലതാണ്. ഗുരുദേവനെ കുറിച്ചാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. എന്നാൽ ഗുരുദേവനല്ല, താനാണ് ആചാര്യൻ എന്ന് വെള്ളാപ്പള്ളി വിശ്വസിക്കുകയും അതിന് TP സെൻകുമാറിനെ പോലുള്ളവർ കുടപിടിക്കുകയും ചെയ്യുന്ന അവസ്ഥ തന്നെയാണ് ഈഴവ സമുദായത്തിന് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. ഈഴവ സമുദായത്തിന് 3 പ്രധാന നേതാക്കൾ. അത് വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം CPM-നൊപ്പമായിരുന്നു. മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ഭാര്യയും BJP-ക്കൊപ്പമായിരുന്നു. കോൺഗ്രസ് പാർട്ടിയെ പരസ്യം ഇവർ പിന്തുണയ്ക്കാതിരിക്കുമ്പോൾ ഏറ്റവും കുറച്ച് ഈഴവ വോട്ടുകൾ കോൺഗ്രസിനാണ് കിട്ടിയത്. സ്വാഭാവികമായും കോൺഗ്രസ് ഈഴവ പ്രാതിനിധ്യത്തിൽ വെള്ളം കുടിക്കും. അതിന്റെ പേരിൽ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിം ലീഗിൽ ഹിന്ദു MLA-മാരുണ്ടാവണം, ഹിന്ദു മന്ത്രിമാരുണ്ടാവണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷെ കണക്കുകൾ പറയുമ്പോൾ എന്തിനാണ് അത്ര ബുദ്ധിമുട്ട്? 32% വരുന്ന പിന്നോക്ക വിഭാഗക്കാർ 3 മന്ത്രിമാരും
18% തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിന് 6 മന്ത്രിമാരും. അത് പോരാഞ്ഞിട്ട് വീണ്ടും 2 പേർക്ക് അവർ ക്രിസ്ത്യാനി ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല എന്ന് ഷാജൻ സക്കറിയ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കണക്ക് പറഞ്ഞത്. അതിലെന്താണ് തെറ്റുള്ളത്? അതുകൊണ്ട് ഷാജനോട് എനിക്ക് പറയാനുള്ള, സത്യം പറയുമ്പോൾ അത് ഒരാളെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കാതെ അത് കൃത്യമായി കണക്കുകൊണ്ട് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായി പറയാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ട സെൻകുമാറിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. അങ്ങയുടെ പാർട്ടിയായ BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. ഇന്ത്യയിൽ കോടിക്കണക്കിന് മുസ്ലിമുകളുണ്ട്. എത്ര മുസ്ലിമുകൾ കേന്ദ്രമന്ത്രിസഭയിലുണ്ട്? ഒരാളെയെങ്കിലും ചൂണ്ടിക്കാണിക്കാമോ? ഇല്ല എന്ന് അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. ഒരു മുസ്ലിം ഒരു പരാതിയും ഇല്ലാത്ത ആളാണ് ഞാൻ. കാരണം BJPക്ക് മുസ്ലിമുകൾ വോട്ട് ചെയ്യുന്നില്ല. വോട്ട് ചെയ്യാത്തിടത്തോളം കാലം BJPക്ക് ഒരു മുസ്ലിമിനെയും മന്ത്രിയാക്കാൻ കഴിയില്ല. ഇതേ സാഹചര്യമാണ് ഇവിടെയും. ഈഴവർ BJPക്കോ CPM-നോ വോട്ട് ചെയ്യുന്നു. അപ്പോൾ അർഹമായ പ്രാതിനിധ്യം വേണം എന്ന് പിടിവാശിയെടുക്കുന്നതിൽ എന്താണ് കാര്യം? വെള്ളാപ്പള്ളി നടേശനോ തുഷാർ വെള്ളാപ്പള്ളിയോ ഏതെങ്കിലും ഒരു SNDP നേതാവോ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പരസ്യമായി പറഞ്ഞത് അങ്ങേക്ക് ചൂണ്ടിക്കാട്ടാമോ? ഈഴവ സമുദായത്തിന്റെ നേതാവായിക്കൊണ്ടിരിക്കുന്ന അങ്ങ് BJP-കാരനല്ലേ? അത്തരമൊരു സാഹചര്യത്തിൽ ഈ കണക്കിന് എന്ത് പ്രസക്തി? അങ്ങ് പറയുന്ന ഭാഗം ശരിയാണ് എന്ന് പറയണമെങ്കിൽ BJP മുസ്ലിങ്ങളെ മന്ത്രിയാക്കുന്നില്ല എന്നത് തെറ്റാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അങ്ങ് അതിനൊരുക്കമാണോ? ഞാൻ നീണ്ട സംവാദത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രമേ ഈ വിവാദത്തിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. ശ്രദ്ധിക്കണം, ഇതാണ് കറക്റ്റ് പോയിന്റ്. ക്രൈസ്തവ സമുദായവും മറുനാടൻ മലയാളിയും മോദിയെ ഇഷ്ടപ്പെടുന്നത് ഈ കൂട്ടർക്ക് പിടിക്കുന്നില്ല. ഞങ്ങൾ മോദിയെ കൂടി കുറ്റം പറയണം, BJPയെ കൂടി കുറ്റം പറയണം. ക്രൈസ്തവ സമുദായം അവരുടെ ഭാഗമായി എന്നെ കൂട്ടാറില്ല. ഇന്നേ വരെ പള്ളികളുടെ ഒരു പരിപാടിയിലും എന്നെ ക്ഷണിച്ചിട്ടില്ല. അവരെന്നെ വിമതനായാണ് കണക്കാക്കുന്നത്. അതേസമയം ക്ഷേത്രങ്ങളിൽ ഞാൻ പലപ്പോഴും പ്രസംഗിക്കാൻ പോവാറുണ്ട്. ആ സത്യമൊക്കെ എന്റെ പേരുകൊണ്ട് TP സെൻകുമാർമാർ റദ്ദ് ചെയ്യുകയാണ്. ഞാൻ ഷാജൻ സ്കറി ആയതുകൊണ്ട് ഞാൻ നസ്രാണി രാഷ്ട്രീയത്തിന്റെ വക്താവാണെന്ന് അവർ പറയുന്നു. ഞാൻ അതുകൊണ്ട് മോദിയെ സ്നേഹിക്കാൻ പാടില്ല, മോദിയെ കുറിച്ച് നല്ലത് പറയാൻ പാടില്ല. അതായത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാല്, അതായത് ഷാജനെ എത്തിക്കാൻ കഴിയൂ. കഴിഞ്ഞ കുറെ കാലമായി എനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ കാണുമ്പോൾ ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് പിടികിട്ടുന്നത്. ഞാൻ മോദിയെ വെറുക്കണം, മോദിയെ വിമർശിക്കണം. അതുകൊണ്ടാണ് ഞാൻ മോദി അനുകൂലിക്കുന്നത് തന്ത്രമാണെന്ന് പറയുന്നത്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും എന്റെ നിലപാട് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഭാരതത്തിന് മഹാഭാഗ്യമാണ് നരേന്ദ്രമോദി എന്ന് തന്നെയാണ്. അതായത് നരേന്ദ്രമോദിജി ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളിൽ ഒന്നാണ് ശ്രീ ഷാജൻ. പക്ഷേ ഷാജന് പോലും നിങ്ങൾ ക്രിസ്ത്യൻ മാത്രമാണ്. നിങ്ങൾ എത്ര തെറി വിളിച്ചാലും, നിങ്ങൾ എത്ര കുരിശു കൃഷിക്കാരൻ എന്ന് പറഞ്ഞാലും, നിങ്ങൾ എത്ര സുഡാപ്പി എന്ന് വിളിച്ചാലും ഞാൻ മോദിക്കൊപ്പമാണ്. BJPയെയും RSSനെയും തള്ളിപ്പറയാനോ വെറുക്കാനോ എന്നെ കിട്ടില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും അത് വിജയിക്കാനും പോകുന്നില്ല. അതായത് ശ്രീ ഷാജൻ അങ്ങനെ പറയേണ്ടി വരുന്നതിന്റെ ഗതികേട് എന്തെന്ന് പറഞ്ഞാൽ, ശ്രീ ഷാജനെ കാര്യമായി കമന്റ് ബോക്സിലൊക്കെ പോകുമ്പോൾ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഷാജനെ തെറി വിളിക്കുകയും മറ്റുമാണ്. അടിസ്ഥാനപരമായി ശ്രീ ഷാജൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ആരോടും സ്നേഹമില്ല. അവർക്ക് ക്രിസ്ത്യാനികളോടോ മുസ്ലിങ്ങളോടോ ഹിന്ദുക്കളോടോ ആരോടും സ്നേഹമില്ല. അവരൊരു വെറുപ്പിൻ്റെ പുറത്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്, വിദ്വേഷത്തിൻ്റെ പുറത്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ശരിക്കും തീവ്ര ഹിന്ദുത്വവാദികൾക്ക് മുസ്ലിങ്ങളെക്കാൾ ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യം ക്രിസ്ത്യാനികളോടാണ്. അതായത് തീവ്ര ഹിന്ദുത്വവാദികൾ സ്ഥിരം പറയുന്നൊരു ലൈൻ, രഹസ്യമായി പരസ്പരം പറയുന്നൊരു ലൈൻ, മുസ്ലിങ്ങൾ നേരിട്ട് നിന്ന് പോരാടും, ക്രിസ്ത്യാനികൾ ഇടയിൽ കൂടെ പണി വരുമെന്നാണ്. ശ്രീ ഷാജൻ എത്രയൊക്കെ ശ്രമിച്ചാലും ഷാജനെ ആ തീവ്ര ഹിന്ദുത്വ ക്യാമ്പിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യാത്തതാണ് ശ്രീ ഷാജൻ്റെ ക്രെഡിബിലിറ്റി. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ശ്രീ സെൻകുമാർ വേഴ്സസ് മറുനാടൻ ഷാജൻ ആരാണ് ഈ ഡിബേറ്റിൽ ശരിയെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് ശ്രീ ഷാജൻ തന്നെയാണ്. കാര്യം തീവ്ര ഹിന്ദുത്വ, തീവ്ര ഇസ്ലാമിസം പോലെ തീവ്ര ഹിന്ദുത്വയും തീവ്ര ക്രിസംഗിവാദവും എല്ലാം ഒരേപോലെ അപകടമാണ്. എല്ലാ തീവ്രതയും ഉപേക്ഷിക്കണം. എല്ലാവരും, സെൻകുമാർ സാർ അടക്കം, ഒരു മധ്യത്തിലേക്ക്, സെൻട്രിസ്റ്റ് പോയിന്റിലേക്ക്, മധ്യവർത്തി രാഷ്ട്രീയത്തിലേക്ക്, മോഡറേറ്റ് പൊളിറ്റിക്സിലേക്ക് വരണം.